നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു താരമാണ് ലയണൽ മെസ്സി. ഈ വർഷത്തെ കോപ്പ അമേരിക്കൻ ടൂർണമെന്റ് ട്രോഫി നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കോപ്പ അമേരിക്കൻ ടൂർണമെന്റും കപ്പും നേടിയത് അർജന്റീന തന്നെയായിരുന്നു. മത്സരത്തിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ വെച്ച് ലയണൽ മെസ്സിക്ക് കാലിന് ഗുരുതരമായ പരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം. മെസ്സി സ്വന്തമാക്കിയ നേട്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ. റൊണാൾഡോ നസാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്നുള്ളത് വേൾഡ് കപ്പും ബാലൻഡിയോറും ഒരുമിച്ച് സ്വന്തമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മികച്ച ഫുട്ബോൾ കളിക്കാം, പക്ഷെ ഇത് രണ്ടും സ്വന്തമാക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. മെസ്സി ഇത് രണ്ടും കരസ്ഥമാക്കി. മെസ്സിയെ കാണുമ്പോൾ ബാലൻഡിയോർ നേടുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഫുട്ബോൾ കൂടുതൽ ആസ്വാദകരമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫുട്ബോൾ ഒരിക്കലും മെസ്സിക്ക് ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല, മറിച്ച് ഒരു ഫൺ ആയിരുന്നു. മെസ്സിയും മറ്റ് താരങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഇതാണ്. മെസ്സി തകർത്ത റെക്കോർഡുകളുടെ കാര്യത്തിലും അദ്ദേഹം നേടിയ കിരീടങ്ങളുടെ കാര്യത്തിലും അടുത്ത ജനറേഷന് അദ്ദേഹം കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ബാലൻഡിയോറിന്റെ കാര്യത്തിൽ ഭാവിയിൽ അസാധ്യമായ ഒരു ടാസ്ക് ആണ് അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയിരിക്കുന്നത്. മെസ്സി ഉണ്ടാക്കിയ സ്റ്റാറ്റസിന്റെ അരികിൽ പോലും എത്താൻ മറ്റുള്ളവർക്ക് ഭാവിയിൽ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞത്. മെസ്സിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരം നേടിയ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 5 ബാലൻഡിയോർ പുരസ്കാരങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഉടനെ ഒന്നും മെസ്സിയെ മറികടക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കില്ല. കാരണം കൺസിസ്റ്റന്റായി നിലനിന്ന് മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് മെസ്സിയെ മറികടക്കാൻ സാധിക്കുള്ളൂ. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.